മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കുരിത്തറ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന പൊതി വിതരണം ചെയ്തു. ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ, കുരിത്തറ ഫൗണ്ടേഷൻ, വിമൻസ് എംപവർമെന്റ് വെൽഫെയർ അസോസിയേഷൻ, ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലെ 1000ഓളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, പുസ്തകം, പെൻസിൽ ബോക്സ് അടങ്ങുന്ന പഠനോപകരണങ്ങൾ സാന്താക്രൂസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വിതരണം ചെയ്തു. കൊച്ചി നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ നികുതി അപ്പീൽ ചെയർമാൻ കെ മനാഫ് വിജ്ഞാന പൊതി വിദ്യാർത്ഥികൾക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ പ്രോജക്ട് മാനേജർ സച്ചിൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ DCC ജില്ലാ സെക്രട്ടറി KM റഹീം, ADS ചെയർപേഴ്സൺ സബീന നൌഫൽ, TPA വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റഫർ സാമുവൽ, സാന്താക്രൂസ് HM ആനി സബീന, HM മറിയ ഖൊറേറ്റി, വിവ പ്രസിഡന്റ് ജയപ്രിയ, അബൂബക്കർ, ഇർഫാൻ, ചാൾസ് ആന്റണി, റോയി, PTA പ്രസിഡന്റ് അഹമ്മദ് ഖാൻ എന്നിവർ സന്നിധരായിരുന്നു. കുട്ടികൾക്ക് ബാഗും ബുക്കും കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. ഏതാണ്ട് 600ഓളം കുട്ടികൾ തന്നെ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് ആളുകൾ വന്നു. നമുക്കറിയാം ഇന്നത്തെ അവസ്ഥ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ. ചെല്ലാനം തുടങ്ങിയുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്കൂളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്യിച്ചത്. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്താൽ അർഹതപ്പെട്ട കുട്ടികൾക്ക് കിട്ടുമോ ഇല്ലെന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെ ഞങ്ങളതെല്ലാം സെലക്ട് ചെയ്യിച്ചതെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനാകുമ്പോൾ കുറേ കൂടി പിള്ളേർ അടുത്തറിയാവുന്ന കുട്ടികളടക്കം ഉണ്ടാകും. നമുക്കറിയാം മഴക്കാലം വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ചെല്ലാനം തുടങ്ങിയുള്ള കടലുള്ള പ്രദേശത്ത് കടൽ കയറുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ബുക്കും ബാഗും എല്ലാം കളഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പോൾ അത്തരം അവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതും. ഇത് വരും കാലങ്ങളിൽ ഇത്തരം പരിപാടികൾ കൂടുതൽ കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടും കൂടി ചൈൽഡ് ലൈനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം മറ്റുള്ള സംഘടനകളും കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് ഈ അവസരത്തിൽ ഞങ്ങളടുത്ത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാര്യങ്ങളിലും ഈ വിദ്യാർത്ഥികൾക്ക് ബാഗ് വിതരണം, പുസ്തക വിതരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് ഈ ഭക്ഷ്യ കിറ്റുകൾ എത്തിക്കുന്നതിലും കോവിഡ് സമയത്തൊക്കെ നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ആന്റണി കുരിത്തറ ഫൗണ്ടേഷൻ നേതൃത്വത്തിലൂടെ നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ 600ഓളം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും ബാഗുകളും മറ്റുള്ള സംവിധാനങ്ങളും കൊച്ചിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ പ്രദേശത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് അതൊരു കൈത്താങ്ങായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിന് മുന്നോട്ട് വന്ന ആന്റണി കുരിത്തറ ഫൗണ്ടേഷനും ആന്റണി കുരിത്തറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടത്തെയുള്ള ഇതിന് പിന്തുണ നൽകിയ എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടർന്നും ഇതിനും നല്ലൊരു പരിപാടി ഇതിലും കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.